ആരൂടം റിസോർട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ തില്ലങ്കേരിക്കടുത്ത് പുരളിമല എന്ന സ്ഥലത്താണ്. ശിവപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തില്ലങ്കേരിക്കുള്ള യാത്രയിൽ ഒരു 4-5 കിലോമീറ്റർ പിന്നിട്ട് ആലാച്ചി എന്ന ഒരു സ്ഥലം വരുന്നു. ആലാച്ചിയിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഒരു 5 കിലോമീറ്റർ തീർത്തും പുരളിമലയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. റിസോർട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, തിരിച്ചു വരുന്ന വഴിയിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ റിസോർട്ട് കണ്ട് തിരിച്ചു വരുന്ന വഴിയാണിത്. നല്ലൊരു കയറ്റവും നല്ലൊരു ഇറക്കവുമാണ്. അപ്പോൾ നല്ല ഒരു വണ്ടി, നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെ വേണം ഈ സ്ഥലത്തേക്ക് വരുവാൻ. തീരെ ചെറിയ റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. അപ്പം നമ്മൾ ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി വരും. റബ്ബർ തോട്ടങ്ങളുടെയും വാഴത്തോട്ടങ്ങളുടെയും ഇടയിലൂടെ യാത്ര നല്ല രസകരമാണ്. പുരളിമലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള ദൃശ്യമാണ്. ദൂരെ കാണുന്ന മലനിരകളിൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. ദൂരെയുള്ള മലകളുടെ ദൃശ്യം അതിമനോഹരമായിരിക്കുന്നു. മലമുകളിൽ വാഴത്തോട്ടം, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മലമുകളിൽ വാഴത്തോട്ടവും റബ്ബർ തോട്ടവും. റബ്ബർ ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വാഴ നട്ടിരിക്കുന്നു. സാധാരണ നമ്മൾ വാഴ കാണുന്നത് നിരപ്പായ വയലുകൾ മാതിരിയുള്ള പ്രദേശങ്ങളിലാണ്. പക്ഷേ ഇവിടെ മലമുകളിലാണ് വാഴത്തോട്ടം കാണുന്നത്. മലമുകളിൽ നിന്നും വരുന്ന ചെറിയൊരു അരുവി. പുരളിമലയിലാണ് മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനം. കൂടാതെ മുത്തപ്പൻ്റെ ചെറിയൊരു ക്ഷേത്രം ഇവിടെയുണ്ട്. വാഴത്തോട്ടങ്ങളുടെ മനോഹരമായ ദൃശ്യം നോക്കൂ. ഇത്രയും മലമുകളിലാണ് ഈ വാഴയിൽ നട്ടിരിക്കുന്നത്. മലമുകളിലെ വാഴകൃഷിയാണ്. ഇങ്ങനെ മലമുകളിലും വാഴകൃഷി ചെയ്യാമെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മലമുകളിലെ വാഴകൃഷിയാണ് കാണുന്നത്. അവിടെ മനസ്സിലാവില്ല. മലമുകളിലെ വാഴകൃഷി. അത് വാഴകൃഷി. വാഴത്തോട്ടം, മലമുകളിലെ വാഴത്തോട്ടം. ആരൂഢം റിസോർട്ട്. അപ്പോൾ ആരൂഢം റിസോർട്ടിൻ്റെ മാനേജർ നന്ദു ആണ്. ഈ ആരൂഢം റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മാലൂർ പഞ്ചായത്ത് തില്ലങ്കേരി പഞ്ചായത്തിൽ പുരളിമലയിലാണ് ഈ ആരൂഢം റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവർ മാനേജർ നന്ദു ആണ്. അപ്പോൾ നന്ദു ഏട്ടാ, എങ്ങനെയല്ലാണ് ഇതിൻ്റെ കാര്യങ്ങൾ? റിസോർട്ടിൽ ഒരു വീടുണ്ട്. രണ്ട് ബെഡ്റൂം, കിച്ചൺ, സെന്റർ റൂം അടങ്ങിയ ഒരു വീട്. അതിന് 5 ആള് വരെ 1500 രൂപ. ശരി. പിന്നെ ഭക്ഷണം കാര്യങ്ങള്? ഭക്ഷണമുണ്ട്. ഭക്ഷണം നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ വാങ്ങി തരും, നിങ്ങൾക്ക് ചെയ്യാം. അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യും. അതെയാ. സ്റ്റേ ചെയ്യുന്നതിന് 3500. എത്ര പേർക്ക് സ്റ്റേ ചെയ്യാം? 5, 7, 8 ആള് വരെ പോവാം. 8 ആള് വരെ പോവാം. അങ്ങനെ എത്ര കോട്ടേജ് ഉണ്ട് നിങ്ങളിൽ? ഒന്നേ ഉള്ളൂ, നിലവിൽ ഒരു കോട്ടേജ് ഉള്ളൂ. ഏകദേശം 8 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ്. 10-15 ആക്കല് താമസിക്കാം. വന്നിട്ട് ഇവിടെ നിൽക്കാം. ഒരു ദിവസത്തേക്ക് 3500. ഭക്ഷണം അടക്കാണെങ്കിൽ? ഭക്ഷണം നമ്മള് സാധനം വാങ്ങിച്ചിട്ട് സാധനത്തിന്റെ ബില്ല് വെക്കുന്ന ആളെ ഒരു കൂലി. അപ്പൊ നമുക്ക് കയറി നോക്കാം. ആരൂഢം റിസോർട്ട്. അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഇതാണ്. പുരളിമല. അപ്പോൾ പുരളിമലയിൽ നല്ല അടിപൊളി വ്യൂസ് ഉണ്ട്. നല്ല വ്യൂ ആണ് കാണാൻ. കൂടാതെ ഈ റിസോർട്ടിൽ താമസ സൗകര്യം 3500 രൂപ ഒരു ഫാമിലിയോ ഏകദേശം 8 പേര് അല്ലേ? 8 പേരെ ഇവിടെ താമസിക്കാം.
ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഭക്ഷണം അവർ പാകം ചെയ്ത് കൊടുക്കും. ആരുടെ റിസോർട്ട് മിനി ഓഡിറ്റോറിയം. അപ്പോൾ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള വിശാലമായ ഡാൻസ്, പാട്ട്, കാര്യങ്ങൾ എല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട് അല്ലേ? ബർത്ത്ഡേ ആഘോഷം അല്ലെ എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആഘോഷിക്കാനുള്ള സൗകര്യമാണ്. ഇത് ഒരു ഏറുമാടാണ്, അതിനടുത്ത് തന്നെ ഊഞ്ഞാലും. പേര് ഓ സുവർണ ഇവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? ശരി. എങ്ങനെ ആൾക്കാരെല്ലാം വരുന്നുണ്ടോ ഇവിടെ? കുറെ ആൾ പോയി അല്ലേ? എല്ലാ ദിവസവും ഉണ്ട് അല്ലേ? ദൂരത്ത് നിന്ന് വരുന്നവരോ ടൗൺ ഭാഗത്തു നിന്നായിരിക്കും അല്ലേ അധികം കൂടുതൽ ആൾക്കാർ വരും? കാരണം ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ കഴിയാനുള്ള ആഗ്രഹം കൊണ്ട് അല്ലേ? ടൗൺ ഏരിയയിൽ നിന്ന് വന്ന് നല്ല ശുദ്ധവായു ശ്വസിച്ച ഒരു ദിവസം കഴിയാം. ശുദ്ധവായു, ശുദ്ധജലം അല്ലേ? ഇവിടുന്ന് രാത്രിയാകുമ്പോൾ എയർപോർട്ട് കാണാം അല്ലേ? പകല് കാണാം, രാത്രി കാണാം അല്ലേ? രാത്രി നല്ല അപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ്, ഒരു ഏറുമാടുണ്ട് അല്ലേ? ഏറുമാടത്തിന് മുകളിൽ നിന്ന് ഇതാണ് ഏറുമാടം. ഏറുമാടത്തിൽ കയറാൻ ഇതിലേക്കൂടി. നമ്മളെ റിസോർട്ടിൻ്റെ പ്രധാന കെട്ടിടം, താമസിക്കുന്നത് കെട്ടിടം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു റൂമുണ്ട്. ഇതിലൊരു ബെഡ് ഇട്ടിട്ടുണ്ട്. രണ്ട് പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ടി വി ഉണ്ട്. അതുമാതിരി ഇവിടെ ഒരു ബെഡുണ്ട്. ഇതിൽ 2 പേർക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ അറ്റാച്ച് ബാത്റൂം സൗകര്യമുണ്ട്. അതുകൂടാതെ വേറെ ഒരു റൂം ഇവിടെ ഉണ്ട്. ഇത് കിച്ചണായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഈ ബെഡ്റൂമിൽ ഇതിനകത്ത് ഇവിടെയാണ് ബാത്റൂം സൗകര്യം. ഇത്രയാണ് സൗകര്യങ്ങൾ. 3 റൂമിൽ 2 പേർക്ക് 6 പേർക്ക്. പിന്നെ കൂടാതെ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ കിടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതാണ് റിസോർട്ട്. ചെറിയ റിസോർട്ടാണ്. കുടുംബസമേതം വന്ന് താമസിക്കാം. 6 പേർക്ക് വന്ന് താമസിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ട്, അടിപൊളി റിസോർട്ട്, ആരുടം റിസോർട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഏറുമാടത്തിൻ്റെ മുകളിലാണ് കേട്ടോ. ഏറുമാടത്തിന് മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണിത് റിസോർട്ടിൻ്റെ. ഇതാണ് മെയിൻ റിസോർട്ട്, താമസിക്കാൻ ഉള്ള 3 റൂമുള്ള റിസോർട്ട്. ബാക്കി മുഴുവൻ എൻ്റർടൈൻമെൻറ്റിനുള്ള സ്ഥലങ്ങളാണ്. ഏറുമാടത്തിൽ ചുറ്റിലും വന്നിരിക്കുക. ഇത് ഇരുമ്പുണ്ടാക്കിയതാണ്, ഫ്രെയിം വെച്ചിട്ട്. അതുകൊണ്ട് പൊട്ടിപ്പോകുന്നും വിചാരിക്കണ്ട. ഊഞ്ഞാലുണ്ട് അവിടെയുണ്ട്. അവിടുത്തെ AC ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന AC ബിൽഡിങ്ങിൻ്റെ പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതും കൂടി താമസ സൗകര്യത്തിന് യോഗ്യമാവും. ഇതാണ് ആരുടം റിസോർട്ട്, പുരളിമല, തില്ലങ്കേരി. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മലമുകളിലാണ്. ഇവിടെ അടുത്ത് ഈ റിസോർട്ടിനടുത്ത് വേറെ വീടുകളൊന്നുമില്ല. അപ്പോൾ നിത്യജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിവായി കുടുംബസമേതം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഗ്രാമാന്തരീക്ഷം, നല്ല മലമുകളിൽ, ശുദ്ധവായു, ശുദ്ധജലം. അതുകൊണ്ട് ഈ റിസോർട്ടിൻ്റെ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ദൂരത്ത് നിന്ന് തന്നെ കണ്ണൂർ എയർപോർട്ട് വിസിബിളാണ്. വിമാനം ഇറങ്ങുന്നതും പൊങ്ങുന്നതും എല്ലാം റിസോർട്ടിൽ വരുന്നവർക്ക് വേണമെങ്കിൽ ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് സ്വയം പാകം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വയം ഇവിടുന്ന് പാകം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള പാചകപ്പുരയാണിത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡൈനിങ് റൂമുണ്ട്. ഇത് ഡൈനിങ് റൂമാണ്. ഇവിടുന്ന് തന്നെ പാകം ചെയ്യുക. അല്ലെങ്കിൽ ഈ സുവർണ ചേച്ചി പാകം ചെയ്ത് കൊടുക്കും. ഇല്ലേ സുവർണ ചേച്ചി? ഇവരാണ് ഇവിടെ ഭക്ഷണമെല്ലാം പാകം ചെയ്തിട്ട് നന്നായി പാകം ചെയ്ത് കൊടുക്കും. അതെയാ? അപ്പോൾ ഇത് തില്ലങ്കേരി എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ മട്ടന്നൂരിൽ നിന്ന് ഇരിട്ടി റൂട്ടിൽ പോകുമ്പോഴാണ് ഉളിയിൽ എന്ന് പറയുന്ന സ്ഥലം. ഉളിയിൽ നിന്ന് റൈറ്റിലോട്ട് മട്ടന്നൂർ ടു ഇരിട്ടി, ഉളിയിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വലതുവശത്തേക്ക് തിരിയുന്ന തില്ലങ്കേരി റോഡ്. തില്ലങ്കേരിയിൽ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം 5-6 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരളിമലയുടെ മടിത്തട്ടിൽ
സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ് ആരൂടം റിസോർട്ട്. ഏകദേശം കണ്ണൂരിൽ നിന്നും ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. ബുദ്ധൻ്റെ പ്രതിമ നിർമ്മിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. ആരൂടം എല്ലാം പണി പൂർത്തിയായിട്ടില്ല, പണി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഒരു ഫൗണ്ടനാണ്. ഫൗണ്ടൻ നിർമ്മിച്ച് കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു അണ്ണാനുണ്ടിരിക്കുന്നു, ചെമ്പോത്തുണ്ട്, പിന്നൊരു കൊക്കുണ്ട്. ഇവിടെ ടൗണിൽ ജീവിക്കുന്നവർക്ക് മടുപ്പ് തോന്നുമ്പം ഇവിടെ വന്നിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. നല്ല സൗകര്യമാണ്. വലിയൊരു വാടകയൊന്നുമില്ല, 3500 രൂപ വാടകയുള്ളൂ. അത് കഴിഞ്ഞ് ഭക്ഷണം അവർ തയ്യാറാക്കി കൊടുക്കും, ഓർഡർ ചെയ്താൽ മതി. ബാത്റൂം ഇവിടെ കോമൺ ആയിട്ടാണ്. നല്ല വാഷ്റൂം അടിപൊളിയാണ്. ഓഫീസ് കെട്ടിടത്തിൻ്റെ മുകളിൽ നമുക്ക് കയറാം. അവിടെ ഒരു വ്യൂ പോയിൻ്റ് മാതിരി നമുക്ക് ദൂരം അങ്ങനെ കാണാൻ കഴിയില്ല. വൃക്ഷങ്ങളുടെ ചുറ്റും മരങ്ങളായതിനാൽ കൂടുതൽ വ്യൂ വിസിബിൾ അല്ല, മരങ്ങൾ കാണാം. ഇതാ തോണിയിലൊരു മരം. അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടേജ്. ഇതിലാണ് താമസ സൗകര്യം. ഇതാ ഒരുപാട് ചിത്രശലഭങ്ങൾ പറക്കുന്നതായിട്ടില്ലേ. ചിത്രശലഭത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുരളിമല. അപ്പം 7-8 പേർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ദിവസത്തേക്ക് 3500 രൂപയാണ് ചാർജ്. സ്ഥലം വരുന്നത് പുരളിമല എന്ന് പറയുന്ന സ്ഥലമാണ്. അതുകൂടാതെ ഇവിടെ ഒരു ബാസ്കറ്റ് ബോർഡുണ്ട്, ബാസ്കറ്റ് ബോളിൻ്റെ ബോർഡ്. ഊഞ്ഞാലുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് മാതിരി കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ ഊഞ്ഞാലാടി കളിക്കാനുള്ള സൗകര്യമാണ്. അതുകൂടാതെ ഒരു ഏറുമാടമുണ്ട്. നന്ദോട്ടെ AC റൂമിന് എങ്ങനെയാന്ന്? അപ്പോൾ ഇവിടെ ഒരു AC റൂമും കൂടി ഉണ്ട്. AC റൂം ഇപ്പം തൽക്കാലം ഓപ്പൺ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വാടക നിശ്ചയിച്ചില്ല. AC റൂമിലേക്ക് മുകളിലും താഴെയായിട്ട് 2 റൂമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ കേസ് കിട്ടിയിട്ടുണ്ട്, അത് മുകളിലോട്ട് കയറാനുള്ളതായിരിക്കും. നല്ല അടിപൊളി ഒരു ഊഞ്ഞാലുണ്ട്, ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലാടാം. ചുറ്റിനും കാടാണ് കേട്ടോ. വന്യമൃഗങ്ങൾ ശല്യമൊന്നുമില്ല. കുരങ്ങ്, മയിൽ എന്നിവയെല്ലാം ഇവിടെ ധാരാളം. ചിത്രശലഭങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ ജീവികൾ മാത്രം. ഇത് വളരെയധികം ഹൈറ്റിലുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് കാണാം. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആണ്. രാത്രി കാലങ്ങളിൽ ലൈറ്റെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ. തീർത്തൊരു ചെറിയൊരു വനത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളൊരു റിസോർട്ടാണിത്. നല്ല സൗകര്യമുള്ള റിസോർട്ടാണ്. അപ്പോൾ ആരൂടെ റിസോർട്ടിനോട് നമ്മൾ വിട ചൊല്ലുകയാണ്. അപ്പോൾ എല്ലാവരും വരുക, വിസിറ്റ് ചെയ്യുക, ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഒരു ഗ്രാമീണ അന്തരീക്ഷം ഇവിടെ സുഖമായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ്. ആരൂടം റിസോർട്ടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന വ്യൂ പോയിൻ്റ് ആയിരുന്നു. മനോഹരമായ ദൃശ്യമാണ് മലമുകൾ. ഇപ്പം കൂടുതൽ വിസിബിൾ അല്ല, വെയിൽ കാരണം. അപ്പം റിസോർട്ടിൽ വരുന്നവർക്ക് ഇവിടെ പോയി കുറച്ച് നേരം സമയം
ചിലവഴിക്കാനും നല്ല ദൃശ്യമാണ്. രാത്രിയാകുമ്പോൾ നല്ല മനോഹരമായ ദൃശ്യം കാണാം. ലൈറ്റ് നമ്മുടെ നാടിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റും. എയർപോർട്ട് കാണാം. ഇവിടുന്ന് ഒരുപാട് യാത്രികർ ഇവിടെ വന്നിട്ട് രാത്രി സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് ചിലവഴിക്കുന്നുണ്ട്. പുരളിമലയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മളിപ്പോഴും ഉള്ളത്. നമ്മൾ ഈ കാണുന്നത് മാലൂർ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളും പിന്നെ വയനാട് മലനിരകളെല്ലാം ഇവിടുന്ന് കാണുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് മാലൂരിലേക്ക്, മാലൂർ ടൗണിലേക്ക്. ഇതിൻ്റെ മറുഭാഗം മാലൂർ